അയോധ്യയിലെ രാമക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുത്തതോടെ യുപിയിലെ വിനോദസഞ്ചാര മേഖലയിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്ന് റിപ്പോർട്ടുകൾ. ഈ വർഷം അവസാനത്തോടെ സംസ്ഥാനത്തെത്തുന്ന വിനോദസഞ്ചാരികൾ ആകെ ചെലവാക്കുന്ന തുക 4 ലക്ഷം കോടിയാകുമെന്നാണ് കരുതുന്നതെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവേഷണ വിഭാഗമായ SBI ഇക്കോറാപ്പ് പറയുന്നു. ആഭ്യന്തര വിനോദസഞ്ചാരികളെയും വിദേശ വിനോദസഞ്ചാരികളെയും ഉൾപ്പെടുത്തിയുള്ള കണക്കാണിത്. വിനോദസഞ്ചാര മേഖലയിൽ ഉണ്ടാകുന്ന ഈ വൻ കുതിപ്പ് 2025 സാമ്പത്തിക വർഷത്തിൽ 20,000 മുതൽ 25,000 കോടി രൂപയുടെ അധിക നികുതി വരുമാനം ഉണ്ടാക്കാൻ സംസ്ഥാന സർക്കാരിനെ സഹായിക്കുമെന്നും SBI ഇക്കോറാപ്പ് പറയുന്നു. തീർത്ഥാടന മേഖലയ്ക്ക് ഉണർവേകാൻ കേന്ദ്രം നടത്തുന്ന പദ്ധതികളും സ്പിരിച്വൽ ഹെറിറ്റേജ് ഓഗ്മെന്റേഷൻ ഡ്രൈവ് സ്കീമും വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ നടത്തുന്ന മറ്റ് സംരംഭങ്ങളും സ്പിരിച്വൽ ടൂറിസം മേഖല വളരുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്നും SBI റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നു. സ്പിരിച്വൽ ടൂറിസം രംഗത്തെ കുതിച്ചുചാട്ടം ഇതിനകം തന്നെ യുപിയിലെ ടൂറിസം മേഖലയെ വലിയ തോതിൽ മാറ്റിമറിച്ചെന്നും അടിസ്ഥാന സൗകര്യ മേഖലകളിലെ വികസനവും കണക്ടിവിറ്റികൾ മെച്ചപ്പെട്ടതും ഇത്തരം സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാൻ ആളുകളെ കൂടുതൽ പ്രേരിപ്പിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനം വഴി കോവിഡിന് ശേഷം രാജ്യത്തെ ടൂറിസം മേഖലയിൽ പ്രത്യേകിച്ച് സ്പിരിച്വൽ ടൂറിസം രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അത്തരം ആത്മീയ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ അയോധ്യയും ഉൾപ്പെടുന്നുണ്ട്. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തോടെ ഇവിടേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം ഇനിയും ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോവിഡിന് ശേഷമുള്ള കാലയളവിൽ ഇന്ത്യയിലെ വിനോദസഞ്ചാര മേഖല തിരിച്ചുവരുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് സ്പിരിച്വൽ ടൂറിസമാണ്. 2020 ഇന്ത്യയിൽ $44 ബില്യൺ ബിസിനസ്സാണ് ഈ മേഖലയിൽ നടന്നതെങ്കിൽ 2023 ആയപ്പോൾ അത് ഏകദേശം $56 ബില്യൺ ഉയർന്നു. ഗംഗാനദി, വാരണാസി, താജ്മഹൽ, അയോധ്യയിലെ പുതിയ രാമക്ഷേത്രം തുടങ്ങി നിരവധി പുണ്യസ്ഥലങ്ങളും ആരാധനാലയങ്ങളും ടൂറിസം കേന്ദ്രങ്ങളുമുള്ള യുപിയിലെ ആഭ്യന്തര ടൂറിസം മേഖല പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. 2022 32 കോടി ആഭ്യന്തര വിനോദസഞ്ചാരികൾ യുപി സന്ദർശിച്ചു എന്നാണ് റിപ്പോർട്ട്. ഇതിൽ 2.21 കോടി വിനോദസഞ്ചാരികൾ അയോധ്യയിൽ മാത്രം എത്തിയതാണ്. 2028ഓടെ ഇന്ത്യൻ GDPയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് യുപി ആയിരിക്കുമെന്നും കണക്കാക്കുന്നു. ഇതോടെ മാനവ വികസന സൂചികയിൽ 2ാം സ്ഥാനത്തുള്ള സ്കാൻഡിനേവിയൻ രാജ്യമായ നോർവേയെ ഇന്ത്യ മറികടക്കുമെന്നും പ്രതീക്ഷിക്കുന്നു.